these indicators is that the change from predominantly acid color to predominantly alkaline color take place within a small interval of pH known as the color change interval of the indicators. Or in short, or in a simple language, we can say that acid-base indicators are those which show color changes according to the change in the concentration of the H plus ions, or they shows color change according to the change in pH. A suitable indicator for an acid-base titration is the one which shows a distinct color change at a pH close to the end point of the titration. ഇത്രയേ ഉള്ളൂ നമ്മൾ ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, എസ്പെഷ്യലി ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കുറേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കണ്ടു. അന്നേരം അവര് ഒരു പർട്ടിക്കുലർ പി എച്ച് റേഞ്ച് വരെയും അതൊരു പർട്ടിക്കുലർ കളർ ആയിരിക്കും കാണിക്കുന്നത്, അതർവൈസ് കളർലെസ് ആയിരിക്കും. എനിവേസ് അനദർ പി എച്ചിലോട്ട് മാറിക്കഴിയുമ്പോൾ അത് വേറൊരു കളർ കാണിക്കും. അന്നേരം ആ ഒരു പോയിന്റ് ആണ് അത് എൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ആ ചേഞ്ച് ഇൻ പി എച്ച് ഒക്കർ ചെയ്യുന്ന ആ പി എച്ച് ആണ് എൻ പോയിന്റ്, അല്ല പി എച്ച് അല്ല, ആ വോളിയം ആണ് എൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഒരു യൂസ്ഫുൾ തിയറി, അത് യോസ്റ്റ്വാൾഡ് ആണ് ഇതിനെപ്പറ്റി ഒരു ഫസ്റ്റ് ഒരു തിയറി അതിനെപ്പറ്റി പ്രപ്പോസ് ചെയ്തത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെയും വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസസ് ആയിരിക്കും. ദേ മേ ബി എയ്തർ വീക്ക് ഓർഗാനിക് ആസിഡ്സ് ഓർ വീക്ക് ബേസസ്. നമുക്കറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള ടൈട്രേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ഒക്കെ തന്നെ. അപ്പോഴ് നമ്മൾ ഇപ്പൊ എന്താണ് അവിടുത്തെ തിയറി എന്നറിയാൻ വേണ്ടി ലെറ്റ് us കൺസിഡർ എ വീക്ക് ഓർഗാനിക് ആസിഡ് റെപ്രസെന്റഡ് ബൈ ദ ജനറൽ ഫോർമുല HIN. അതായത് അതൊരു ആസിഡ് ആയതുകൊണ്ടാണ് HIN റെപ്രസെന്റ് ചെയ്ത് അത് ഡിസോസിയേറ്റ് ചെയ്ത് H പ്ലസും IN മൈനസുമായിട്ട് നിൽക്കും. HIN അതായത് ആ ഇൻഡിക്കേറ്റർ, അതിന് ഒരു ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്ന ഒരു ആസിഡ് ഓർഗാനിക് ആസിഡ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അവര് വീക്ക് ഓർഗാനിക് ആസിഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അവര് ഒരു പർട്ടിക്കുലർ കളർ ആയിരിക്കും അൺഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ കാണിക്കുന്നത്. ഇനി ഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ അയോണിന് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H പ്ലസും IN മൈനസുമായിട്ട് മാറുന്നു. ആ ഇൻഡിക്കേറ്റർ അയോൺ വേറൊരു കളർ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ തിയറിയിലോട്ടൊന്നും ഇതുവരെയും പോയിട്ടില്ലായിരിക്കും. എനിവേസ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ആസച്ച് അത് ആഡ് ചെയ്യുമ്പോൾ ഒരു കളർ ആയിരിക്കും. അത് ആ സൊല്യൂഷനകത്ത് ഡിസോസിയേറ്റ് ചെയ്ത് ടൈട്രേഷൻ ചെയ്യുമ്പോൾ അയാളെ ഡിസോസിയേറ്റ് ചെയ്ത് മാറി അതിന്റെ ഇൻഡിക്കേറ്റർ അയോൺ ആയിട്ട് മാറുമ്പോൾ അത് വേറൊരു കളർ ചേഞ്ച് കാണിക്കും. ഓക്കെ, ഇനി അവിടെ നടക്കുന്ന ഡിസോസിയേഷൻ നമ്മൾ അതൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ K indicator is equal to concentration of H plus into concentration of IN minus by concentration of HIN. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇയാള് ഒരു വീക്ക് ആസിഡ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോഴ് ഇവിടെ H പ്ലസ് അയോണിന്റെ കേസിൽ, അതായത് ഇത് അസിഡിക് ആയിട്ട് നിൽക്കുമ്പോൾ, ഈ സൊല്യൂഷൻ അസിഡിക് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അസിഡിക് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ H പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ, അതായത് ഈ ഇതിനകത്തിലോട്ട് കൂടുതൽ H പ്ലസ് വന്ന് ചേരുമ്പോൾ ആസിഡ് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴെന്ത് സംഭവിക്കും? ഈ IN മൈനസ് ബൈ HIN ആ ഫാക്ടർ കുറഞ്ഞു നിൽക്കണം, ഇല്ലേ? എങ്കിലേ അത് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇനി വേറൊരു വിധത്തിലും കൂടെ പറയാം. ഓക്കെ, അന്നേരം എന്ത് സംഭവിക്കും?
അത് ഈ ഫാക്ടർ കുറഞ്ഞിരിക്കണം. IN മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് IN മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HIN എന്ന് പറയുന്ന ആ ഫാക്ടർ കുറഞ്ഞിരിക്കണം. ഇയാൾ കൂടുന്ന അനുസരിച്ച് H+ന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ച് ഈ ഫാക്ടർ കുറഞ്ഞു നിൽക്കണം. അതിനെന്ത് സംഭവിക്കും? HIN ആയിട്ട് നിന്നേലേ പറ്റത്തുള്ളൂ. ഡിനോമിനേറ്റർ കൂടി നിൽക്കണം. അതായത് HINന്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കണം. അതായത് ഈ ഇക്വിലിബ്രിയം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് കളർ ചേഞ്ച് ആ സൊല്യൂഷന്റെ ഇൻഡിക്കേറ്ററിന്റെ എന്ത് കളറായിരുന്നോ അത് തന്നെയായിരിക്കും കാണിക്കുന്നത്. which in turn is decided by the hydrogen ion concentration of the solution. If the solution is acidic with excess H+ ion, in order to keep the value of Kan constant, the ratio of IN minus by HIN will become low. Otherwise, in the presence of excess H+ ion, the equilibrium will shift towards the left and the indicator will show predominantly the acid color A. അത് അസിഡിക് ആയിട്ട് നിൽക്കുമ്പോഴുള്ള കളർ ആയിരിക്കും കാണിക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല വേറൊരു ഫാക്ടറിലൂടെ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺസെൻട്രേഷൻ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ച് ഇയാളുടെ ഡിസോസിയേഷനെ ലെസ് ഫേവേർഡ് ആയിട്ട് വരികയാണ്. ഓക്കെ, അന്നേരം ഇയാള് HIN ആയിട്ടായിരിക്കും കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ആ കളർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതേസമയം ആൽക്കലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ആൽക്കലൈൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ആര് വരുന്നുണ്ട്? OH മൈനസ് അയോൺസ് വരുന്നുണ്ട്. OH മൈനസ് അയോൺസ് വന്ന് ഈ H+മായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. ഇയാൾ കൂടുതലായിട്ട് ഇൻഡിക്കേറ്റർ IN മൈനസ് ആ കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റർ അയോൺസ് കൂടുതലായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് IN മൈനസ് ആയിട്ട് നിൽക്കും. അതിന്റെ കളറായിരിക്കും കാണിക്കുന്നത്. ഇൻഡിക്കേറ്റർ അയോണിന്റെ കളറായിരിക്കും കാണിക്കുന്നത്. അന്നേരം അസിഡിക് ആയിട്ട് നിൽക്കുമ്പോഴും ആൽക്കലൈൻ ആയിട്ട് നിൽക്കുമ്പോഴും ഉള്ള ആ കളർ ചേഞ്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഫിനോഫ്തലിൻ തന്നെ എടുക്കാം. ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളർലെസ് വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. ഓക്കെ, ഫിനോഫ്തലിൻ ഈസ് എ കളർലെസ് വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. ഓക്കെ, ഇനിയും അയാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ HPH എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇത് ഒരു ഓർഗാനിക് ആസിഡ് ആയതുകൊണ്ടാണ് H എന്ന് കൊടുത്തേക്കുന്നത്, HPH എന്ന്. ഇനി അയാൾ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം PH മൈനസുമായിട്ട് മാറുന്നു. HPH എന്ന് പറഞ്ഞത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ് ഈസ് കളർലെസ്. നോർമലി നമ്മൾ ലാബിലൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിൽ അടച്ചു വെച്ചേക്കും. അതെന്ന് പറയുന്നത് ഒരു കളർലെസ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അയാള് it dissolves in water and partially dissociate to give a pink colored anion PH minus. ഇയാൾ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം PH മൈനസുമായിട്ട് മാറും. ഈ PH മൈനസ് ആയിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് കളർ ആയിരിക്കും കാണിക്കുന്നതെന്ന് അറിയാമോ? പിങ്ക് കളർ ആയിരിക്കും. ഇൻഡിക്കേറ്റർ അയോണിന്റെ കളർ എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ അയോണിന്റെ കളർ എന്ന് പറയുന്നത് ആ പിങ്ക് കളർ ആയിരിക്കും. ഇനി നോക്കുക, ഇനി അസിഡിക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നോക്കുക. അസിഡിക് ആയിട്ട്, അതായത് ഇയാള് ആസിഡിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇയാളുടെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യും. കൂടുതൽ H+ അയോൺസ് വരുന്ന അനുസരിച്ച് ഈക്വിലിബ്രിയം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അന്നേരം ഇത് കളർലെസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് അസിഡിക് മീഡിയത്തില് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് കളർലെസ്. ഓക്കെ, ഇനിയും കൂടുതൽ ബേസ് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് ഇതിനകത്തിലോട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഈ OH മൈനസ് NaOH പോലൊക്കെയുള്ള ആൽക്കലൈൻ മീഡിയത്തില് ഇയാള് ഈ OH മൈനസ് വന്ന് ഇയാളുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യും. കൂടുതൽ ഈ PH മൈനസ് അയോൺസ് indicator ions form ചെയ്യും. They will become pink colored. So in alkaline medium, phenolphthalein shows pink color. ഓക്കെ, അന്നേരം ഇത് രണ്ട് മീഡിയത്തിലുള്ള കളർ ചേഞ്ച്. അതായത് ഇനിഷ്യലി നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിനകത്താണെങ്കിൽ ആസിഡ് എടുത്തു, അന്നേരം അതിനകത്തിലോട്ട് ഫിനോഫ്തലിൻ എടുത്ത്
കുറച്ച് 1-2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോ കളർ. അന്നേരം ഉള്ള റിയാക്ഷൻ ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തിലോട്ട് കൂടുതൽ OH മൈനസ് ആഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഷോ എ പിങ്ക് കളർ. അതായത് ആൽക്കലൈൻ മീഡിയത്തിൽ എക്സസ് ഒരു ഡ്രോപ്പ് എന്താണ് OH മൈനസ് വരുവാണെന്നുണ്ടെങ്കിൽ, ആൽക്കലി ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പിങ്ക് കളറായിട്ട് മാറും. അതുവരെയും ഉള്ള എല്ലാം ഇങ്ങനെ തന്നെ H പ്ലസും PH മൈനസുമായിട്ട് എന്ത് വാല്യൂ ഉണ്ടെങ്കിൽ അത് കളർലെസ് ആയിട്ട് നിൽക്കും. എൻ പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈവൻ ഫോർ ദ അഡീഷൻ ഓഫ് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ആൽക്കലി ഇറ്റ് വിൽ ഷോ പിങ്ക് കളർ. ഓക്കെ, ഇനി അന്നേരം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ വീക്ക് ബേസിന്റെ കേസിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. സ്ട്രോങ് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അയാളെ ഡിസോസിയേറ്റ് ചെയ്ത് OH മൈനസും ഒക്കെ ആയിട്ട് നിന്ന് ഈ H പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇനി ഒരു വീക്ക് ബേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ഡിസോസിയേറ്റ് ഓൺലി ടു എ സ്മോൾ എക്സ്റ്റെന്റ് ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് OH മൈനസ് ഈസ് ഫോംഡ് ആൻഡ് ദിസ് OH മൈനസ് ഈസ് ഇൻസഫിഷ്യന്റ് ടു റിമൂവ് ദ H plus ions, so it will not be a good indicator in the case of weak bases. Weak base ആയ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഒക്കെ പ്രസൻസിൽ ഫിനോഫ്തലിൻ is not a suitable indicator. സ്ട്രോങ് ബേസിന്റെ ആൽക്കലിയുടെ കേസിലാണെങ്കിൽ they are good, so they will show a sharp color change at the end point. Then what will be the use of methyl orange? Methyl orange, it is a weak organic base, and it is represented by MEOH. methyl orange represent ചെയ്യുന്നേ ഉള്ളൂ. അത് നോർമലി യെല്ലോ കളർ ആയിരിക്കും ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മളൊരു ബോട്ടിലിൽ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ അതിനൊരു യെല്ലോ കളർ ആയിരിക്കും അത് കാണിക്കുന്നത്. It dissolves in water, undergoes dissociation to a small extent to form Me plus and OH minus. Me plus ion, indicator ion, is red colored and OH minus normally colorless. The undissociated base molecule, that is the indicator here, is yellow in color, while the Me minus ion is red in color. In the presence of acids or when methyl orange is added to an acidic solution, what will be the reaction? H plus ions will replace the OH minus ions and it will show red color. H പ്ലസിന്റെ പ്രസൻസിലെ ഈ OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്ത് ഇയാള് red colored ആയിട്ട് മാറും. As a result, the equilibrium will shift towards the right, giving a higher concentration of Me plus and the solution becomes red in color. Then what about in the case of alkali? On adding alkali, the OH minus formed will suppresses the dissociation of this weak base and the equilibrium will shift towards the left. And what color in this case? Yellow colored ആയിട്ട് നിൽക്കും. അതായത് ആൽക്കലൈൻ മീഡിയത്തിൽ ഇയാള് യെല്ലോ കളർ ആയിട്ട് തന്നെ നിൽക്കും. So the solution in alkaline medium remains yellow in color. Then another thing is that methyl orange is not a suitable indicator in the case of weak acids like acetic acid. Okay, use ചെയ്യുവാണെന്നുണ്ടെങ്കിൽ it is not a suitable indicator. Why? Weak acid dissociate only to a small extent and low concentration of H plus is produced in this case, and these H plus ions is not sufficient enough to remove the OH minus ions, and it will not show a sharp color change at the end point. Okay, so these are the things to be remembered. So the theory of acid-base indicators usually asked questions for 4 marks, and you have to write the cases of both
acid indicators and basic indicators, and what will be the change it showing during in the acid medium and alkaline medium, and why it is not a suitable indicator in certain cases, and all this how to be written very well. അന്നേരം നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളെ ഫീഡ് ചെയ്തേക്കുന്നത് പോയിന്റ്സ് മതി എന്ന്. അന്നേരം ആ പോയിന്റ്സ് ഇവിടെ കോളേജിൽ ഹയർ ഇതിലോട്ട് വരുമ്പോൾ അത് പറ്റത്തില്ല. നിങ്ങൾ അത് ഡിസ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളത് ഞങ്ങളെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, അത് വളരെ കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ അത് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് ഓൾസോ ലൈക്ക് ഗൈഡ് ബുക്ക്, and nothing have to be omitted here, and you have to study each and every point in this sentences in these textbooks, and then only you can score very good marks. If you have written in a good manner, you will get, I am sure that you will get full marks. Otherwise, if you are not writing all the points, some keywords are missing, you will not get good marks. And you should remember while answering, and you should be well prepared before the exam to what we have to write for the same question when asked as 2 marks question or 4 marks or as an essay question. You should be thoroughly prepared. What should you have to return? What points you have to be written? All this should be thoroughly prepared before the examination. Not at the exam hall, you have not enough time to think about that. So you should be thoroughly prepared while studying the textbooks, all these points. Okay, so this is usually asked the question. Then another question in the what we have studied in the last class, explain acid-base titrations with the titration curves, and this should not be mixed up with this today's portions. So these two questions are different. Here the question may be asked as what is the theory behind acid-base indicators? Okay, you should remember, and sometimes all you may written when this question is asked, you may write the neutralization reactions, all these acid, strong acid, strong base titration, strong acid, weak base, all these may written for. Sometimes you may lose 15 marks itself. But the question asked here is theory of acid-base indicators, but the answer is titrations of theory of acid-base titrations. Okay, you will draw the titration curves, everything, but you will not get any mark. Okay, you should remember that. So while studying, you should be clarify these factors, and this is the theory of acid-base indicators. So you have to write all these equations and these equilibrium reactions also. Then only by writing this, then you show what is the reaction in the place of acids, or when the medium is acidic, or what will be the reaction or color change in the case of alkaline medium. All this should be stated thoroughly. Okay, then you are going to redox titrations. Somebody have unmuted the mic, please mute it. Some noise disturbance here. Okay, redox titrations. എന്താണ് റെഡോക്സ് ടൈട്രേഷൻസ്? നിങ്ങൾ പഠിച്ചതാണ്, +1 +2 പ്രാക്ടിക്കൽ ചെയ്തതായിരിക്കും. പെർമാംഗനോമെട്രി ഒക്കെ പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഡൈക്രോമെട്രി ഒക്കെ പഠിച്ചു കാണും. ഓക്കെ, so redox titrations involving
oxidizing and reducing agents are known as redox titrations, or in a redox titrations, both oxidation and reduction taking place simultaneously. Redox titration case oxidation reduction നടക്കുന്നു. Okay. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, titrations involving oxidizing and reducing agents. Oxidizing agent reducing agent തമ്മിലുള്ള titration ആണ് redox titrations എന്ന് പറഞ്ഞാൽ. എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഓക്സിഡൈസിങ് ഏജന്റ് ആക്സെപ്റ്റ്സ് വൺ ഓർ മോർ ഇലക്ട്രോൺസ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നേരം ഇയാൾ എന്തുകൊണ്ട് ഓക്സിഡൈസിങ് ആണെന്ന് പറയുന്നു? ഇയാളെ വൺ ഓർ മോർ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അയാള് വേറെ ഒരാളിൽ നിന്ന് സ്വീകരിച്ചായിരിക്കും. അന്നേരം അയാൾക്ക് എന്ത് സംഭവിക്കും? അയാള് ഓക്സിഡൈസ് ചെയ്യും. അതുകൊണ്ടാണ് വേറൊരാളെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നവരെയാണ് റിയേജൻസിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ്സിന് വാട്ട് വിൽ ഹാപ്പൻ? റിഡക്ഷൻ ഹാപ്പൻസ്. ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ സംഭവിക്കുന്നു. എന്നാൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ഡൊണേറ്റ്സ് വൺ ഓർ മോർ ഇലക്ട്രോൺസ്. അന്നേരം അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സോ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. Oxidizing agents are capable of accepting electrons and they are capable of oxidizing the other agent, and reduction will happen in the case of oxidizing agent. Reducing agents are those which are capable of donating one or more electrons to the other agent, and oxidation will happen to the reducing agent. The common oxidizing agents are called, you know that in the redox titrations are potassium permanganate, KMnO4, potassium dichromate, then ferric sulfate, iodine, potassium iodate. All these are the redox titrations. All these are the common oxidizing agents in redox titrations. Then reagents like ferrous ammonium sulfate or more salt or ferrous sulfate, oxalic acid, potassium iodide, all these are used as reducing agent. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് വൃത്തിയായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. സോ ഓക്സിഡൈസിങ് ഏജന്റ്സ് potassium permanganate, potassium dichromate, then ferric sulfate, iodine, and potassium iodate. Then common reducing agents are more salt, അല്ലെങ്കിൽ അയാളെ വേറൊരു പേര് പറയും, അമോണിയം, ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയും, ഫെറസ് അമോണിയം സൾഫേറ്റ്. പിന്നെ another reducing agent ferrous sulfate, potassium iodide, oxalic acid. All these are common reducing agents. ഇത് മനസ്സിലായിരിക്കണം. നിങ്ങൾ എന്നും കെമിസ്ട്രി എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്. അന്നേരം ഇത് കോമൺ എന്താണ് റെഡോക്സ് റിയാക്ഷന്റെ കേസിൽ കോമൺ റെഡ്യൂസിങ് ഏജന്റ്, കോമൺ ഓക്സിഡൈസിങ് ഏജന്റ് ഒക്കെ ചോദിച്ചാൽ എന്നേക്കുമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടുത്തെ the volumetric titration correlation can be expressed as M1V1 is equal to M2V2 into N1 by N2 എന്ന് പറയുന്നത് stoichiometric ratio ആണ്. ഇനി we can see one redox titration, that is titration of more salt against KMnO4. What is more salt? Ferrous ammonium sulfate. Okay, ഇവിടെ ടൈട്രേഷൻ ചെയ്യുന്നത് മോർ സോൾട്ടും KMnO4ഉം. അന്നേരം മോർ സോൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. KMnO4 എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ്. ഈ KMnO4ന് മോർ സോൾട്ടിലെ അയണിനെ, മോർ സോൾട്ടിൽ അയൺ ഉണ്ട്, അയണിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നിൽക്കുന്നത്. അതേസമയം മോർ സോൾട്ടിലെ അയൺ എന്തായിരിക്കും? KMnO4ലെ മാംഗനീസ് അതിനെ Mn+7 നിൽക്കുകയായിരിക്കും, അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മോർ സോൾട്ട് ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ.
ഓക്കെ, ടൈട്രേഷൻ നോക്കുക. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും ഓർത്തോളുക, ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് അവിടെ ഒരു റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് മീഡിയത്തിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്. അതർവൈസ് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യത്തില്ല. അന്നേരം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈവ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. വൈ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ റെഡോക്സ് ടൈട്രേഷൻ ഓഫ് മോർ സോൾട്ട് ആൻഡ് KMnO4. അന്നേരം ഇവിടെ ഒരു ഈ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫെറസ് സൾഫേറ്റ് KMnO4 H2SO4 എന്നൊക്കെ കൊടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിനെ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് ഈ റിയാക്ഷൻ Fe2 പ്ലസ് MnO4 പ്ലസ് 8H+. ഈ H+ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൾഫ്യൂറിക് ആസിഡിൽ നിന്നുള്ള H+ അയോൺസ് ആണ്. ഓക്കെ, അയാളുടെ പ്രസൻസിൽ ഈ റിയാക്ഷൻ ഫേവറബിൾ ആയിട്ട് നടക്കത്തുള്ളൂ സൾഫ്യൂറിക് ആസിഡിന്റെ പ്രസൻസിൽ. അതായത് ഈ ടൈട്രേഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മളൊരു 4 നോർമൽ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഒക്കെ ഈ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഇൻ അഡീഷൻ ടു ദ മോർ സോൾട്ട് അതിലോട്ട് ആഡ് ചെയ്യും. KMnO4 ബ്യൂററ്റിൽ നിറയ്ക്കും. ഓക്കെ, അത് പിന്നെ ഈ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡിന്റെ പ്രസൻസിൽ ഇളന്ത് ചെയ്യും എങ്കിൽ മാത്രമേ ഇളി ഫേവറബിൾ ആയിട്ട് ഈ റിയാക്ഷൻ ഇതുപോലെ നടക്കത്തുള്ളൂ. അന്നേരം ഇവിടെ ഈ Fe2+ എന്ന് പറയുന്നത് ഫെറസ് അമോണിയം സൾഫേറ്റിലെ അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റ് അമോണിയം ഫെറസ് സൾഫേറ്റിലെ ഇതായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റ് എടുത്തോളുക. അതിൽ ആ Fe എന്ന് പറയുന്നത് Fe2+, അയൺ എന്ന് പറയുന്നത് Fe2+ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത് ഫെറസ് സൾഫേറ്റിലൊക്കെ. ഓക്കെ, അത് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. KMnO4 K+ കാണിച്ചിട്ടില്ല, MnO4-. ഓക്കെ, 8H+. ഇവിടെ എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? KMnO4 മാംഗനീസ് ഈസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +7 സ്റ്റേറ്റ്, റൈറ്റ്? അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 സ്റ്റേറ്റിലാണ്. അയൺ എന്ന് പറയുന്നത് +2 സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഈ അയൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ MnO4 കൊടുക്കും. ഓക്കെ, അന്നേരം അയാൾ റെഡ്യൂസ് ചെയ്യപ്പെട്ട Mn2+ സ്റ്റേറ്റിലോട്ട് മാറും. അയൺ എന്ത് സംഭവിക്കും? അയൺ ഓക്സിഡൈസ് ചെയ്യപ്പെടും. Fe2+ സ്റ്റേറ്റിൽ നിന്ന് Fe3+ സ്റ്റേറ്റിലോട്ട് മാറും. പ്ലസ് വാട്ടറും കൂടെ ഫോം ചെയ്യും. അന്നേരം വാട്ടറിന്റെ ഉപയോഗം, വാട്ടർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടായിരിക്കണം? ഇവിടുത്തെ ഓക്സിജനെ റീപ്ലേസ് ചെയ്യാൻ ആരുണ്ടായിരിക്കണം? H+ ഉണ്ടായിരിക്കണം. വാട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഇതൊന്നും ഉണ്ടാക്കുന്ന റിയേജന്റ് അല്ല, ഫർദർ റിയാക്ഷനെ ഒന്നും പ്രൊസീഡ് ചെയ്യുന്നതല്ല. അവിടെ ഒരു മീഡിയം പോലെ കിടന്നോളും. അപ്പോഴും ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ രണ്ടും ഈ ഒരേ സമയം നടക്കുന്നുണ്ട്. സെയിം റിയാക്ടിങ് വെസലിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും. ഒന്നുകിൽ ഓക്സിഡേഷൻ നടന്നെങ്കിൽ മാത്രമേ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ഓക്സിഡേഷനും കൂടെ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അന്നേരം ഇത് രണ്ടും സെയിം റിയാക്ടിങ് വെസലിൽ നടക്കുന്നു. സോ റെഡോക്സ് റിയാക്ഷൻ, സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. അതിനെന്ത് വേണം? ഒരു ഓക്സിഡൈസിങ് ഏജന്റും വേണം, റെഡ്യൂസിങ് ഏജന്റും വേണം. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു ദ other agent. The oxidizing agent are those which are capable of oxidizing other agent. ഓക്കെ, ഇവിടുത്തെ റിയാക്ഷൻ ക്ലിയർ ആണ്. അന്നേരം റെഡോക്സ് ടൈട്രേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ അതിന്റെ തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ചോദിക്കാം. ആസിഡ് ബേസ് ടൈട്രേഷന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി ചോദിക്കാം. അത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു. ദെൻ ടുഡേ ഇൻ ദിസ് ക്ലാസ് തിയറി ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. ദെൻ തിയറി ഓഫ്, ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. റെഡോക്സ് ടൈട്രേഷൻസ് അല്ലെങ്കിൽ റെഡോക്സ് റിയാക്ഷന്റെ കേസിൽ അന്നേരം ഈ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റിയേജന്റ് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ മോർ സോൾട്ട് അഗെയിൻസ്റ്റ് KMnO4 എടുത്തിട്ട് ഇതുപോലെ എന്താണ് റിയാക്ഷനും ഇക്വേഷനും ഒക്കെ എഴുതി ഇതുപോലെ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, what is acting as the oxidizing agent, which is acting as the reducing agent എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റിയാക്ടിങ് വെസലിലോട്ട്, റിയാക്ടിങ് വെസലിൽ ആരുണ്ട്? ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന മോർ സോൾട്ട് ഉണ്ടായിരിക്കും. അതിനകത്തിലോട്ട് ഈ KMnO4 വളരെ സ്ലോ ആയിട്ട് വേണം ഇനിഷ്യലി ആഡ് ചെയ്യാൻ. അപ്പോഴ് ഇനിഷ്യലി ആഡ് ചെയ്യുമ്പോഴും സ്ലോ ആയിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യണം. അതർവൈസ് എന്ത് നടക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. MnO2
ആയിട്ട് ഹൈഡ്രേറ്റഡ് മാംഗനീസ് ഡയോക്സൈഡ് അവിടെ ഫോം ചെയ്യും. MnO2 H2O അവിടെ ഫോം ചെയ്യും. ഓൾ ഓൺ എ സഡൻ ഈ KMnO4 എല്ലാം കൂടെ ഇതിലോട്ട് ഒഴിച്ചാല് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഫർദർ ആയിട്ട് ഇവിടെ റിയാക്ഷൻ റാപ്പിഡ് precipitation being an auto-catalyzed reaction, oxidizing agent KMnO4 should be added slowly to the mole salt solution. Rapid addition of KMnO4 result in the formation of hydrated manganese dioxide, which is brown in color. Okay, അതായിട്ട് മാറും. Okay, ഇനിയും if the acid is not sufficient, then also there is the possibility of precipitation. MnO2 ആയിട്ട് precipitate ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ആസിഡ് ഇട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, അന്നേരം ഇവിടുത്തെ ടൈട്രേഷനെ പറ്റി ഒരു അല്പം കൂടെ പറഞ്ഞാൽ, ഇനിഷ്യലി നമ്മളുടെ കോണിക്കൽ ഫ്ലാസ്കില് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ 20 ml എടുത്തെന്ന് വിചാരിക്കുക. അതിനകത്തിലോട്ട് 20 ml 6 നോർമൽ അല്ലെങ്കിൽ 4 നോർമൽ ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡും ഒഴിച്ചിരിക്കണം. ഒരു ടെസ്റ്റ് ട്യൂബ് ആസിഡും കൂടെ ഒഴിക്കുക. എന്നിട്ട് എന്താണ്, ടൈട്രേറ്റിംഗ് വിത്ത് KMnO4. അപ്പോഴ് ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുന്നു ഇനിഷ്യലി തൊട്ട്. അപ്പോഴ് റിയാക്ഷൻ, ഇങ്ങനത്തെ റിയാക്ഷൻ അവിടെ നടക്കുന്നു. ദെൻ അപ്പോഴെല്ലാം KMnO4 ഈസ് കളർലെസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് KMnO4 ബ്യൂററ്റിൽ എടുത്തേക്കുന്ന ഇത് കളർ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ഒരു വയലറ്റ് കളർ ആണെന്നുള്ളത്. പക്ഷെ ഈ റിയാക്ടിങ് വെസലിലോട്ട് മീഡിയത്തിലോട്ട് വരുമ്പോൾ അത് കളർലെസ് ആയിട്ട് നിൽക്കും. പിന്നെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അതിന്റെ ന്യൂട്രലൈസേഷൻ പോയിന്റ് എൻ പോയിന്റ് എത്തിക്കഴിയും. ന്യൂട്രലൈസേഷൻ അല്ല, എൻ പോയിന്റ് എത്തിക്കഴിയും. അപ്പോഴ് ഓൺ ഫർദർ അഡീഷൻ ഓഫ് ഈച്ച് 1 drop ഓഫ് KMnO4 ഇറ്റ് വിൽ അപ്പിയർ ടു ബി വയലറ്റ് ഇൻ കളർ, ഒരു പെയിൽ വയലറ്റ് കളർ ആയിരിക്കും. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് നൗ ദ എൻ പോയിന്റ് ഈസ് അറ്റൈൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഇത്ര ഇമാജിൻ ചെയ്തോളുക ടൈട്രേഷൻസ്. ഓക്കെ, ദെൻ titration of oxalic acid against KMnO4. This is also an example of redox titration. Here KMnO4 here also is the oxidizing agent and oxalic acid is the reducing agent. Oxalic acid when prepared correct normality loke prepare cheya 250 ml engil 0.1 normal prepare cheyyuka, then 20 ml transfer cheyyuka pipette cheyda conical flask lotte. Here also dilute sulfuric acid is needed. Then one thing here you have to do is that this acid solution and oxalic acid solution have to be heated at a temperature of 60 to 70 degrees Celsius. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ +1 +2 ചെയ്തത്. ഓക്കെ, 60 to 70 ഡിഗ്രിയിൽ ഒന്ന് വാം ചെയ്യാറുണ്ട് ഒരു 2 മിനിറ്റ് നേരം. തിളയ്ക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല, ബോയിൽ ഓഫ് ചെയ്ത് പോകാൻ സമ്മതിക്കത്തില്ല, എങ്കിലും ഒന്ന് വാം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനിയും സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ, സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ആകുമ്പോഴേ ഈ ടൈട്രേഷൻസ് ഒക്കെ ചെയ്യും. അന്നേരം അത് അറിയാൻ വയ്യാതെ അല്ല, ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ തിയറി മനസ്സിലാക്കിയിട്ട്, അതിന്റെ തിയറി ബിഹൈൻഡ് ദാറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. എന്തിനാണ് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് വൈവായിക്കും ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ 60 to 70 ഡിഗ്രി ഒന്ന് വാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് ആദ്യത്തെ കേസിൽ ഇല്ലതാനും, മോർ സോൾട്ട് ഫെറസൾഫേറ്റിന്റെ കേസിൽ നമ്മൾ വാം ചെയ്യുന്നില്ല. അതേസമയം ഓക്സാലിക് ആസിഡിന്റെ കേസിൽ നമ്മൾ ടൈട്രേഷൻ KMnO4 ടൈട്രേഷൻ ചെയ്യുമ്പോൾ ആ എടുത്തിരിക്കുന്ന ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിൽ ഒന്ന് നമ്മൾ ബർണറിൽ വെച്ച് ഒന്ന് 2 മിനിറ്റ് ഒരു 60 to 70 ഡിഗ്രി ഒന്ന് വാം ചെയ്യാറുണ്ട്. ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് അവിടെയും മസ്റ്റ് ആണ്. ഓക്കെ, എങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇനി എന്തിനാണ് ഈ വാം ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ 2 പർപ്പസസ് ആണ്. The solution is kept hot to meet the required activation energy for the reaction. നമുക്ക് അറിയാം, ചില ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സംടൈംസ് we have to supply heat. എങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ,
ഒന്ന് സ്മൂത്ത് ആയിട്ട് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അതാണ് ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ വേണ്ടി. അനദർ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലുക്ക് അറ്റ് ദിസ് റിയാക്ഷൻ MnO2 + C2O4 2- + 16H+. ഇവിടെ MnO4 മൈനസ് എന്ന് പറയുന്നത് ഇവിടെ KMnO4 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ അയോണിക് സ്റ്റേറ്റിൽ മാത്രമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. എന്തായിട്ട് മാറുന്നു? Mn2 + 10 CO2 + 8 H2O എന്ന് പറയുന്നു. അന്നേരം ഇവിടെ H+ന്റെ ഉപയോഗം മനസ്സിലായി, H2O ആയിട്ട് മാറാന്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സാലിക് ആസിഡ് റിയാക്ട് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്ത് കളയാൻ വേണ്ടിയാണ്, അതിന് ആ പർപ്പസും കൂടെ ഉണ്ട്. അന്നേരം ആ ഹോട്ടായിട്ട് നിന്നാൽ ആ ഫോം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അങ്ങ് ഇവോൾവ് ചെയ്ത് വെളിയിൽ പൊയ്ക്കോളും, എക്സ്പെൽ ചെയ്ത് പൊയ്ക്കോളും. അതാണ് രണ്ട് പർപ്പസസ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ഓൾവേസ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് മറക്കരുത്. ചില പെർമാഗ്നോമെട്രി ചെയ്യുമ്പോൾ ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും ഒരു 60 to 70 ഡിഗ്രിയിൽ വാം ചെയ്യുന്നതിന്റെ പർപ്പസ് ഇവിടെ രണ്ടാണ്. ഒന്ന്, ആ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ ഇടയ്ക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. അതിനെ എക്സ്പെല് ചെയ്ത് വെളിയിൽ വിടാൻ വേണ്ടിയാണ് ആ റിക്വയർഡ് ടെമ്പറേച്ചർ നടത്തുന്നത്. നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ റിയാക്ഷൻ നടക്കുമ്പോൾ അത് വാം ചെയ്തോ പോരെ? അങ്ങനെ പറ്റത്തില്ലല്ലോ. നമുക്കത് ഫുൾ സെറ്റപ്പ് എടുത്തോണ്ട് ടൈട്രേഷൻ ചെയ്യുന്നതോടൊപ്പം ഫ്ലെയിമിൽ വെക്കാനും കൂടെ പറ്റത്തില്ല. ഓക്കെ, അന്നേരം അതിനു മുമ്പേ ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിലനിർത്തിയാൽ ആ റിയാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ ഇടയ്ക്ക് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽ ചെയ്ത് പോയിക്കൊള്ളുകയും ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇവിടെയും ഈ കേസിലും മാംഗനീസ്, KMnO4ലെ മാംഗനീസ് എന്ന് പറയുന്നത് +7 സ്റ്റേറ്റിലാണ്. ഓക്സാലിക് ആസിഡിന്റെ പ്രസൻസിൽ ഇവിടുത്തെ മാംഗനീസ് +7 സ്റ്റേറ്റിൽ നിന്ന് +2 സ്റ്റേറ്റിലോട്ട് മാറും. +2 Mn2+ റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്സാലിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യപ്പെടും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറി. ഓക്കെ, റൈറ്റ്. അന്നേരം ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. Hope all these are clear for you. Then I will show you a video regarding the acid base titration. Then you have to see. ഇവിടെ കാണിച്ചേക്കുന്നത് HCl ആണ്. 0.1 മോളാർ HCl, 0.1 മോളാർ NaOH. അതിനകത്തിലോട്ട് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തു. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോൾ ആസിഡ് മീഡിയത്തിൽ ഇവിടെ കണ്ടില്ലേ റെഡ് കളറായിട്ട് നിൽക്കുന്നത്. NaOH മീഡിയത്തിൽ അത് യെല്ലോ കളറായിട്ട്, അതായത് ഇൻഡിക്കേറ്ററിന്റെ കളറായിട്ട് തന്നെ കാണിക്കും. ഇനി ഫിനോഫ്തലിന് ആഡ് ചെയ്യുക. 0.1 മോളാർ HCl NaOHും 0.1 മോളാർ HCl രണ്ട് റിയേജൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫിനോഫ്തലിന് NaOHന്റെ പ്രസൻസിൽ അവിടെ വയലറ്റ് കളർ കാണിക്കുന്നു, HCl കളർലെസ് ആയിട്ട്. അന്നേരം ഈ കാര്യങ്ങളും കൂടെ മനസ്സിലിരിക്കണം ആ തിയറി ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഫർദർ ആയിട്ട് ആഡ് ചെയ്താലും NaOH ആഡ് ചെയ്തുകൊണ്ടിരുന്നാലും ആ കളർ വയലറ്റ് ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കും. ഓക്കെ ഓക്കെ Hope all these factors are clear for you.